നമസ്കാരം, ഞാൻ ജോസഫ് കാച്ചപ്പള്ളി. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മറ്റേ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. US ഡോളർ ഒരു $149 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലെ വെബിനാർ കാണാനോ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റും. അതിനുശേഷം ഒരു $1500 മുതൽ 25,000 വരെയുള്ള പ്രൊഡക്റ്റുകളാണ് അതിനകത്തുള്ളത്. അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ വാങ്ങിക്കുന്നു, നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. അതിനുശേഷം ആൾക്കാരെ കൊണ്ട് നമ്മൾ വാങ്ങിപ്പിക്കുന്നു. അപ്പോൾ ബേസിക്കലി നിങ്ങളൊരു കസ്റ്റമർ ആകുവാണ്. ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണത്, അല്ലെങ്കിൽ ഒരു വേ ഓഫ് മെത്തേഡാണത്. അപ്പോൾ അത് മനസ്സിലാക്കുക. കയ്യിലിരിക്കുന്ന കാശ് പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, മാർക്കറ്റിങ്ങിൽ വലിയ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കുക. കയ്യിലുള്ള കാശങ്ങ് പോകും. ഇത് പണ്ടും വന്നിട്ടുള്ളതാണ്. ആംവേ എന്നൊക്കെ പറയുന്ന പരിപാടി പണ്ടും ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിൽ അത് വർക്കൗട്ടായില്ല. പക്ഷേ US, കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ MLM എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഭയങ്കര വ്യാപകമായതുകൊണ്ട് തന്നെ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹെൽത്ത് കെയറിലുള്ള ആൾക്കാരെയാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പെട്ടവരാണ് ഈ വീഡിയോസ് മുഴുവൻ ഇടുന്നത്, കാരണം വേറെ വഴിയില്ല. ഓക്കെ. പിന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു മേഖലയിൽ നമുക്ക് ഈ റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വരാം. രണ്ടാമത്തെ കാര്യമാണ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുക, റിക്രൂട്ട്മെൻറ്റിൽ ആ റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തിക്കാണോ ആ കമ്പനി ഉള്ളത്, അതോ ആ കമ്പനിയിലെ ജോലിക്കാരനാണോ അത്. പിന്നെ അത് റിക്രൂട്ട് ആകുന്നതുകൊണ്ട് നിങ്ങളൊരു എംപ്ലോയി ആവുകയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾ അതിൻ്റെ ഒരു കസ്റ്റമർ മാത്രമാണ്. അതും കൂടെ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സുകൾ മുഴുവൻ, അത് നിങ്ങളുടെ കോൺടാക്ട്സ് മുഴുവൻ അത് അടിച്ചുകൊണ്ട് പോകും. ഓക്കെ. ചിന്തിച്ച് പ്രവർത്തിക്കുക, ചതിയിൽപ്പെടാതിരിക്കുക. താങ്ക് യു.